بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى ونفعنا بعلومه وقال مجاهد شرع لكم أوصيناك يا محمد وإياه دينا واحدا وقال ابن عباس شرعة ومنهاجا سبيلا وسنة دعاؤكم إيمانكم. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈമാൻ എന്നത് ഖൗലും അമലും കൂടിയതായ തസ്ദീഖാണ്. അതോടുകൂടെ യസീദു വയൻഖുസു, അത് കൂടുകയും കുറയുകയും ചെയ്യും എന്ന് സമർത്ഥിക്കുന്ന ഹദീസാണ്. ധാരാളം വിമർശകർ ഈമാന്റെ കാര്യത്തിൽ ഈ വിഷയത്തിൽ നടക്കുന്ന ഒരു കാലമാണ് ഇമാം ബുഖാരി അതിൻ്റെ യഥാർത്ഥ രൂപം ഇവിടെ വിശദീകരിക്കുന്നത്. വഖാല മുജാഹിദുൻ, താബിഇയായ മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അവരുടെ പിതാവ് ജബ്ർ എന്നവരാണ്. മുജാഹിദ് ബിൻ ജബ്ർ അൽ മഖ്സൂമി, സാഹിബിബിന് മഖ്സൂം എന്നുള്ള അബ്ദുല്ലാഹിബിന് സാഹിബിന് മഖ്സൂം എന്നുള്ളവർ ഇതൊക്കെ ചൊല്ലി അടിമസ്ഥാനത്തിൽ നിന്ന് മോചിപ്പിച്ച അവരാണ്. അതുകൊണ്ടാണ് മഖ്സൂമി കുടുംബത്തിലേക്ക് ചേർക്കുന്നത്. അവരുടെ പ്രധാന ഉസ്താദന്മാർ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള ധാരാളം സ്വഹാബിമാരെ കണ്ട മഹാനാണ്. അവർ തഫ്സീർ, ഹദീസ്, ഖിറാഅത്തുൽ ഖുർആൻ ഈ വിഷയത്തിലെല്ലാം വളരെ നൈപുണ്യം നേടിയവരും വലിയ മഹാന്മാരും സ്വഹാബത്തുകൾ പോലും അവരോട് പോയി ഹദീസിൻ്റെ വ്യാഖ്യാനം ചോദിക്കാൻ വിടലുണ്ട്. അങ്ങനെയുള്ള മഹാനാണ് മുജാഹിദ് എന്നവർ പറയും. അവരുടെ സ്വഭാവം ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു പഠനം നടത്താൻ വേണ്ടി ഏത് ത്യാഗവും സഹിച്ച് അങ്ങോട്ട് എത്തുന്നവരാണ്. ഒരു സഞ്ചാര പ്രേമിയാണ് അറിവിന് വേണ്ടി. ഹാറൂത്ത് മാറൂത്തിൻ്റെ സംഭവം നടന്നത് ബാബിലോണിയയിലാണ് എന്ന് ചരിത്രത്തിലുണ്ടല്ലോ. അങ്ങനെ ഇറാഖിലെ ബാബിലോണിയയിലേക്ക് ആ വിഷയത്തെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ അറിവുകൾ അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി അങ്ങോട്ട് ആ പ്രധാന ചരിത്ര സ്ഥലം അന്വേഷിച്ച് അങ്ങോട്ട് പോയി. അതുപോലെ പലപ്പോഴും ഹളർമൗത്തിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഖുർആനിൽ പറഞ്ഞ ചരിത്രങ്ങൾ, അത് ആ ചരിത്ര സംഭവങ്ങൾ ഉള്ള സ്ഥലത്ത് പോയി അന്വേഷിച്ച് അവിടെ പോയി പഠിച്ച് കണ്ടറിഞ്ഞ് തഫ്സീർ എഴുതുന്നവരാണ്. അതുപോലെ അഹ്ലു കിതാബികളുമായി അവരുടെ വേദങ്ങളിലുള്ള കാര്യങ്ങൾ ഖുർആനിൽ വരികയാണെങ്കിൽ അതിനെപ്പറ്റി അവരോടും ചോദിച്ചറിയും. എന്നിട്ട് അതിൽ നിന്ന് അവർ പറയുന്നത് ഖുർആനുമായി യോജിപ്പുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അത് തഫ്സീറിൽ ഉൾപ്പെടുത്തും. മഹാനവറുകൾ പറയാണ്, അറൽത്തുൽ ഖുർആൻ അല ഇബ്നു അബ്ബാസിൻ 30 മറ, ഖുർആൻ മുഴുവനും ഇബ്നു അബ്ബാസ് തങ്ങളുടെ മേലിൽ ഞാൻ ഓതിക്കൊടുത്തിട്ടുണ്ട് 30 പ്രാവശ്യം. അവര് ഇമാമിങ്ങൾ പറയാണ്, വത്തഫഖു അലാ തൗസീഖിഹി വജലാലതിഹി, അവര് ഉസൂഖുള്ളവരാണ്. ഹദീസ് പറയാൻ, തഫ്സീർ പറയാൻ, ദീനീ കാര്യങ്ങൾ പറയാൻ ഉസൂഖുള്ളവരാണ്, ഉറപ്പുള്ളവരാണ്. അവരെപ്പറ്റി ഒരാളും ദഈഫാക്കി പറഞ്ഞിട്ടില്ല. അവർ വലിയ മഹാനാണ് എന്നുള്ളതിലും പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല.
അവർ തഫ്സീറിലും ഹദീസിലും ഉലൂമുൽ ഖുർആനിലും കഴിവുള്ളതുപോലെ തന്നെ ഖിറാഅത്തുൽ ഖുർആനിലും കഴിവുള്ള മാതിരി തന്നെ ഫിഖ്ഹിലും വലിയ പണ്ഡിതനായിരുന്നു. അവരുടെ വഫാത്ത് നടക്കുന്നത് ഹിജ്റ 100-ലാണ്, അതല്ല 101-ലാണെന്നും 102-ലാണെന്നും 103-ലാണെന്നും അഭിപ്രായമുണ്ട്. വഫാത്താകുമ്പോൾ അദ്ദേഹത്തിനേക്ക് മഹാനവറുകൾക്ക് 83 വയസ്സാണുള്ളത്. മക്കയിൽ വച്ച് അവർ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ സുജൂദിൽ വെച്ചാണ് മഹാനവറുകൾ വഫാത്തായിട്ടുള്ളത്. സുജൂദിൽ കിടന്ന് വഫാത്തായ താബിയായ മുഫസ്സിറായ മഹാനാണ് ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു. അവരുടെ ഒരു തഫ്സീറാണ് ഇമാം ബുഖാരി ഇവിടെ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശൂറയിലെ 13-ാമത്തെ ആയത്ത്, ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ എന്ന ആയത്തിന് മഹാനവറുകൾ തഫ്സീർ ഇതാണ്: ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹ വല്ലദീ ഔഹൈനാ ഇലൈക. ഇത്രയൊക്കെയുള്ളതിൻ്റെ തഫ്സീറാണ് പറയാൻ പോകുന്നത്. എന്താ ശറഅ ലക്കും? ഔസൈനാക യാ മുഹമ്മദു വഇയ്യാഹു ദീനൻ വാഹിദാ. മഹാനായ മുഹമ്മദ് നബിയെ തങ്ങളിലേക്കും നൂഹ് നബി അലൈഹി ഇസ്ലാമിലേക്കും നാം വസിയ്യത്ത് ചെയ്ത് ഏൽപ്പിച്ചിരിക്കുന്നു. ദീനം വാഹിദ, ഒറ്റ ദീനിനെ, നിങ്ങളിലേക്ക് തരുന്ന ദീന്. അതുപോലെ നൂഹ് നബി അലൈഹി ഇസ്ലാമിലേക്കുള്ള ദീന്, അത് നാം വസിയ്യത്ത് ചെയ്ത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് ഒരൊറ്റ ദീനാണ്. ദീന് ആർക്കും മാറ്റമില്ല. ദീന് എല്ലാതും ഒന്ന് തന്നെയാണ്. പിന്നെ എന്താണുള്ളത്? ആ ഒറ്റ ദീനിൽ ഏറ്റ വ്യത്യാസങ്ങളുണ്ട്. ഏത് പ്രകാരം? ഒരു ചെറിയൊരു ഉദാഹരണം. ഒരാൾക്കൊരാൾ വെള്ളം കൊടുക്കുകയാണെങ്കിൽ ഈ വെള്ളവും ആ വെള്ളവും ഒന്ന് തന്നെയാണ്. പിന്നെ എന്താണ് വ്യത്യാസത്തിലുള്ളത്? ഒന്നിൽ മറ്റൊന്നിനേക്കാൾ അളവ് കൂടുതലുണ്ട്. ഒരാൾക്ക് 1/4 ലിറ്ററാണ് കൊടുത്തത്, ഒരാൾക്ക് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് കൊടുത്തത്. രണ്ടും വെള്ളം എന്നേൽക്കും ഒന്ന് തന്നെയാണ്, പക്ഷേ ഏറ്റ വ്യത്യാസമുണ്ട് എന്നതുപോലെ. അപ്പോൾ ദീൻ, ഈമാൻ എന്ന് പറയുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ ദീൻ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ദീനിൻ്റെ ശരീഅത്തിൻ്റെ വിഷയങ്ങളിൽ പരസ്പര വ്യത്യാസങ്ങളുണ്ട്. 5 വക്ത് നിസ്കാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം അള്ളാഹു കൊടുത്തതാകുന്നു. ഇതിൽ നിന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ദീനും വാഹിദാണ് നിങ്ങൾക്കും നൂഹ് നബിയിലേക്കും നൽകിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ ആ ദീന് ഒന്നാവരോട് കൂടെ ശരീഅത്തുകളുടെ അഹ്കാമുകൾ, അതിൻ്റെ നിയമങ്ങൾ, അതിൻ്റെ ഓരോരോ വ്യത്യാസങ്ങളും തഫാസീലുകളും വ്യത്യാസമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായതാണ്. അതിനെ സംബന്ധിച്ചാണ് ഒറ്റ ദീന്. അപ്പം എന്താ മനസ്സിലായി? ഈമാൻ ഏറുകയും കുറയുകയും ചെയ്യും. അതിൻ്റെ അഹ്കാമുകൾ കൊള്ള നോക്കിയിട്ട് തന്നെ ഓരോരോ കാര്യങ്ങളെയും വിശ്വസിക്കപ്പെടുന്ന മുഅ്തഖദാത്തുകൾ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അതിൻ്റെ ഈ തസ്ദീഖ് തന്നെ വ്യത്യാസപ്പെടും. അതോടുകൂടെ കൗലുകളും അമലുകളോ അതേത്തിൽ വല്ലാതെ വ്യത്യാസപ്പെടും. ഈ ആയത്തിൽ, ഈ തഫ്സീറിൽ 1-2 കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ഇഷ്കാലാക്കിയൊരു വിഷയമാണ്. നമ്മൾ മറുപടി പറഞ്ഞു പോയി. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ എന്ന് ഇവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും ഈസാ നബി അലൈഹി ഇസ്ലാമിനെയും മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും പരാമർശിച്ച് ഔസൈനാക യാ മുഹമ്മദു വഇയ്യാഹു എന്നെന്തുകൊണ്ട് പറഞ്ഞു? നൂഹ് നബിയിലേക്കുള്ള ഇയ്യാഹു ലമീർ ഒന്നിരിക്കൽ ഇങ്ങനെ പറയേണ്ടതല്ലേ? വയ്യാഹും അല്ലെങ്കിൽ ഔസൈനാക യാ മുഹമ്മദു വൽ അംബിയാഉ എന്ന് പറയേണ്ടതല്ലേ? നിങ്ങളിലേക്കും അംബിയാക്കളിലേക്കും എന്നല്ലേ പറയേണ്ടത് എന്ന് ഇഷ്കാലാക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. ഔസൈനാക യാ മുഹമ്മദു വ അംബിയാഅഹു എന്നല്ലേ പറയേണ്ടത്?
കാരണം വേറെയും അമ്പിയാക്കളെ പേര് ഇറങ്ങി പറഞ്ഞിട്ടില്ലേ? അതിനുള്ള മറുപടിയാണ് നാം പറഞ്ഞത്. ഇവിടെ മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു ശറഅയ്തത് ശറഅലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക, അതുവരേക്കുമുള്ളതാണ്. അവിടെ അങ്ങോട്ടുള്ള തഫ്സീർ പറഞ്ഞിട്ടില്ല. അപ്പോൾ യാഹുവിനെ പറയാൻ പറ്റുള്ളൂ, ആവിഷ്കാരാക്കേണ്ടതില്ല. പിന്നെ ഉള്ള ഒരു പ്രധാന വിഷയം എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ജലാലൈനി അടക്കമുള്ള തഫ്സീറുകൾ ഓതുന്ന മഹാന്മാരായ നമ്മളെ ശ്രോതാക്കൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ശറഅലക്കും ഔസൈനാക യാ മുഹമ്മദൂന, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക, ഈ ഇലൈക എന്ന് പറഞ്ഞുകൊടുത്താണ് യാ മുഹമ്മദോ എന്നാണ് തഫ്സീർ കൊടുത്തിട്ടുള്ളത്. തങ്ങളിലേക്ക്, അതായത് മുഹമ്മദ് നബിയെ എന്ന് വിളിച്ചുകൊണ്ട്. ഇങ്ങനെ പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് മുഹമ്മദ് എന്നുള്ള പേര് നബി തങ്ങളെ വിളിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രത്യേകമായി പറഞ്ഞതാണ്. ലാ തജ്അലൂ ദുആഅ റസൂലി ബൈനക്കും കദുആഇ ബഅദിക്കും ബഅദാ, നിങ്ങളിൽപ്പെട്ട ചിലർ മറ്റു ചിലരെ വിളിക്കുന്നത് പോലെ നബി തങ്ങളെ നിങ്ങൾ വിളിക്കരുത് എന്ന് നഹിയുള്ള കാര്യമാണ്. അതാര് വിളിക്കരുത്? നിങ്ങൾ വിളിക്കരുത്. അപ്പം ഉമ്മത്തിനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് വിളിക്കാനുള്ള അംഗീകാരമില്ല, അനുമതിയില്ല. മാത്രമല്ല എത്രയോ മഹാന്മാർ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് വിളിയല്ലാതെ തന്നെ പേര് പറഞ്ഞതിൻ്റെ പേരിൽ പിണങ്ങിയതായ മഹാന്മാർ ചരിത്രങ്ങളുണ്ട്. നബി തങ്ങളെ പേര് പറഞ്ഞതിൻ്റെ പേര് തസൗഫുൽ കിതാബെല്ലാം കാണാം. എന്നാൽ ഇവിടെ അള്ളാഹുവിൻ്റെ ലിസാനിൻ്റെ മേലായിട്ടാണ് യാ മുഹമ്മദ്, നാം പറഞ്ഞ അള്ളാഹു ആണ്, നാം നിങ്ങൾക്ക് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചു മുഹമ്മദേ. അങ്ങനെ അള്ളാഹിൻ്റെ ലിസാൻ്റെ മേലിൽ യാ മുഹമ്മദ് എന്നെങ്ങനെ പറയാ? അള്ളാഹിനെ വിളിച്ചിട്ടില്ലല്ലോ നബി തങ്ങളെ. ഒരിക്കൽ പോലും പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല നബി തങ്ങളെ പേരെടുത്ത് വിളിച്ചിട്ടില്ല. മറ്റ് അമ്പിയാക്കളെ പേര് വിളിച്ചതുപോലെ ഇത് നാം ഫഖറായി പറയുന്നൊരു സംഭവമാണ്. പിന്നെ ഈ മുഫസ്സിരീങ്ങൾക്ക് എവിടുന്ന് കിട്ടിയ പേര്? അതൊന്നിരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ജലാലത്ത് അളമത്ത് കൊണ്ട് നോക്കുമ്പോൾ അല്ലാഹു തആലാക്ക് നബി തങ്ങളെ പേര് കൊണ്ട് വിളിക്കാലോ എന്നൊക്കെ അവർ പറഞ്ഞതായേക്കാം, അല്ലാഹു അലം. അല്ലെങ്കിൽ മുഹമ്മദ് എന്നതിന് രണ്ട് നിലവാരമുണ്ട്. ഞാൻ രചിച്ച അൽ ഇഹാലത്തു അലല്ലാഹി ബിസ്സലാത്തി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൽ ഈ വിഷയം കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് മുഹമ്മദ് എന്നുള്ള പേര് അത് ഇസ്മലമാണെങ്കിലും സംഗതി അത് അള്ളാഹുവിൻ്റെ അടുക്കലും മലായിക്കത്തിൻ്റെ അടുക്കലും അത് ലഖബലമാണ്, സ്ഥാനപ്പേരാണ്. ആ സ്ഥാനപ്പേര് അള്ളാഹു തആല വിളിക്കുകയാണ്. അപ്പം അള്ളാഹിൻ്റെ സ്ഥാനപ്പേരാണത്. അത് നിങ്ങൾ വിളിക്കണ്ട സാധാരണഗതിയിൽ എന്നാണ് കൽപ്പന ഉള്ളത്. അതുകൊണ്ട് തന്നെ ചില ഹദീസുകളിൽ ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നത് കാണാം. അതുപോലെ ഷഫാഅത്തിൻ്റെ ഹദീസിൽ നബി തങ്ങളോട് ഷഫാഅത്തിന് വേണ്ടി മഹ്ശറിൽ ചെയ്യുമ്പോൾ ആ വിളിയിലും യാ മുഹമ്മദ് എന്നുള്ള പ്രയോഗം കാണുന്നുണ്ട്. അങ്ങനെയല്ലാതെ സ്വഹാബത്തുകളോ നബി തങ്ങളെ മുഹിബ്ബീങ്ങളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും മുഹമ്മദ് എന്ന് വിളിക്കലില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആളുകൾ തഫ്സീർ എഴുതുന്നവർ ആര് തന്നെയാണെങ്കിലും ആ വിളി ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇമാം ബുഖാരി വെറും നക്കൽ മാത്രം ചെയ്തവരാണ്. ഇമാം ബുഖാരിൻ്റെ മേൽ യാതൊരു ആക്ഷേപവുമില്ല. മഹാന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ജലാലയിലെല്ലാം. ഉദ്കുർ യാ മുഹമ്മദ്, സാധാരണ യാ മുഹമ്മദ് വിളിക്കലുണ്ട്. ആ വിളിക്കുന്നതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ലിസാനിൻ്റെ മേലായും കൊണ്ട് അള്ളാഹുവിൻ്റെ അളമത്ത് നിലനിർത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു വിളിക്കുന്ന പേര് പ്രത്യേക ലഖബാണെന്നും തഅ്വീൽ ചെയ്തുകൊണ്ടായേക്കാം അങ്ങനെ മുഫസ്സിരീങ്ങൾ പറയുന്നത്.
അല്ലാത്ത നിലക്ക് അത് പറയൽ ഒരിക്കലും ശരിയല്ല. നമ്മുടെ മൗലി സർഫുലന മൗലൂദിലടക്കം യാ മുഹമ്മദ് കാണാം, അഷ്റഖൽ ബൈത്തിൽ യാ മുഹമ്മദ് കാണാം. അത് അഷ്റഖൽ ബൈത്തിൽ എന്തായാലും യാ മുഹമ്മദ് പറയാൻ പാടില്ല. അത് അള്ളാഹു ലിസാന്റെ മേലായിട്ടൊന്നുമല്ല. അതെല്ലാം അദബ് കേടുവരുന്നതാണ്. ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ഒരു വലിയവരായതുകൊണ്ട് തവ്വീൽ ചെയ്തുകൊണ്ട് മാത്രം ഉപയോഗിക്കുക, അതിന്മേൽ കൂടരുത്. وقال ابن عباس رضي الله عنه شرعة ومنهاجا سبيلا وسنة. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മായിദ 48-ാമത്തെ ആയത്ത് ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജാ എന്ന ആയത്തിനിക്ക് ഇമാം ഇബ്നു അബ്ബാസ് തങ്ങൾ റളിയല്ലാഹു അൻഹുമാ അവർ തഫ്സീർ എഴുതുകയാണ് സബീലൻ വസുന്ന. മിൻഹാജ് ലഫ്ന ശറു ഗൈറു മുറത്തബായിട്ട് ശിർഅതൻ വമിൻഹാജാ എന്ന മിൻഹാജിന് ആദ്യം ശറ, സബീലൻ വഴി, മിൻ ശിർഅതൻ എന്നതിന് സുന്നതൻ എന്നും. അപ്പം എന്തായി? ലികുല്ലിൻ എല്ലാവർക്കും ജഅൽനാ നാമാക്കിയിരിക്കുന്നു മിൻകും നിങ്ങളിൽ നിന്ന് ശിർഅതൻ ഒരു ശരീഅത്തിനെ ആക്കിയിരിക്കുന്നു, സുന്നത്തൻ ഒരു ചര്യയെ ആക്കിയിരിക്കുന്നു, സുന്നത്തിനെ ആക്കി തന്നിരിക്കുന്നു, വമിൻഹാജ വഴിയെയും വേറെ വഴികളെയും ആക്കി തന്നിരിക്കുന്നു. അപ്പം എന്ത് ചെയ്തു? ഓരോരുത്തരുടെയും ദീന് ഒന്നാവരോട് കൂടെ, ഈമാൻ ഒന്നാവരോട് കൂടെ അവർക്കുള്ള ശരീഅത്ത്, അതാണല്ലോ യഥാർത്ഥ ഈമാൻ, അതാണല്ലോ ദീൻ, അതിനെ പലതായി വിഭജിച്ചു തന്നിരിക്കുന്നു. അപ്പോഴും ആ കൗലുകൾ അമലുകൾ വ്യത്യസ്തമാണ് എന്ന് വന്നു. ഇവിടെ കൗലുകളെ സംബന്ധിച്ച് അമലുകളെ സംബന്ധിച്ചാണ് ശിർഅത്ത് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ശരീഅത്ത്, തന്നെയാണ് ഇസ്ലാം, അത് തന്നെയാണ് ദീൻ. ഇബ്നു അബ്ബാസ് തങ്ങളുടെ മറ്റൊരു തഫ്സീർ ദുആഉക്കും ഈമാനുക്കും സൂറത്തുൽ ഫുർഖാനിലെ 77-ാമത്തെ ആയത്ത് ഖുൽ മാ യൗബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. ആ ദുആഉക്കും എന്ന് പറഞ്ഞാൽ ഈമാനുക്കും എന്നാണ്. ഇപ്പൊ ദുആ എന്ന് പ്രയോഗിച്ചത് ഈമാനെ സംബന്ധിച്ച. ദുആ ഇബാദത്താണ്, ഇബാദത്തിന്റെ മുഖാണ്, ഏറ്റവും വലിയതാണ്. അവിടെ നിങ്ങളുടെ ദുആ എന്ന് പറഞ്ഞാൽ ഈമാന് എന്നാണ്. ഈമാൻ, അപ്പൊ ദുആനെ സംബന്ധിച്ച് ഈമാൻ എന്നുള്ള പ്രയോഗം അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പം ദുആ എന്നുള്ളത് വ്യത്യസ്തമാണ്, ദുആ എന്നുള്ളത് കൗലാണ്. അപ്പൊ കൗലിനെയും സംബന്ധിച്ച് അതോടുകൂടെ പലരിൽ നിന്നും പല കോലത്തിലുണ്ടാകുന്ന സംഗതിയാണ് ദുആ. ആ ദുആ എന്ന് പ്രയോഗിച്ചത് ഈമാനെ പറ്റിയാകുന്നു. ഇവിടെ ചില നുസ്ഖയില് വഖാല ഇബ്നു അബ്ബാസ് ശിർഅതൻ വമിൻഹാജ സബീലൻ വസുന്ന എന്ന് പറഞ്ഞതിന്റെ ശേഷം ബാബു ദുആഉക്കും ഈമാനുക്കും എന്ന് കാണാം. ഇമാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവിടെ ബാബില്ല. എന്നാൽ അധികം ചില നുസ്ഖയിലെല്ലാം ബാബ് എന്നുണ്ട്. ബാബ് എന്ന് വായിക്കണ്ട, ദുആഉക്കും ഈമാനുക്കും എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതിൻ്റെ മേലിൽ അത്ഫ് കൂടാതെ അത്ഫ് കളയപ്പെട്ട മഅ്തൂഫാക്കി അർത്ഥം വെച്ചാൽ മതി. അത്ഫ് കളയപ്പെട്ട മഅ്തൂഫ് ദുആഉക്കും ഈമാനുക്കും അല്ല, അത്ഫ് കളയപ്പെട്ടത് ദുആഉക്കും ഈമാനുക്കും മഅ്തൂഫ് അലൈഹി ശിർഅതൻ വമിൻഹാജ സബീലൻ വസുന്ന എന്ന് പറഞ്ഞ് നിർത്തി വെച്ച ആ വിഷയം തീർന്നു. وبه قال الشيخ الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه. حدثنا عبيد الله بن موسى قال أخبرنا حنظلة بن أبي سفيان عن إكرمة بن خالد عن ابن عمر رضي الله عنهما أنه قال قال رسول الله صلى الله عليه وسلم بني الإسلام على 5
ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്തി വൽ ഹജ്ജി വ സൗമി റമളാൻ. ഇമാം ബുഖാരിയുടെ ബാബ് തന്നെ ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ എന്ന ഹദീസിനെ വിശദീകരിക്കുന്ന ബാബ് എന്ന ആ ബാബാണ് ഈ മുത്തസിലായ ഹദീസ് കൊണ്ട് മഹാനറുകൾ വിശദീകരിക്കുന്നത്. ആ ഹദീസിൻ്റെ ഘടന എങ്ങനെയാണ്, ആ ഹദീസ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, വളരെ സൂക്ഷ്മതയോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണിത്. ഈ ഹദീസിൽ ആദ്യമായി വന്നത് ഉബൈദുല്ലാഹിബിന് മൂസബിന് ബാദാം എന്നവരാണ്. ഫാരിസ്യൻ ഭാഷയാണ് ബാദാം എന്നത്. അതിൻ്റെ അർത്ഥം ബദം എന്നാണല്ലോ. അവർ അബസിയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത് അവനെ സിക്കത്താണെന്ന് പറയേണ്ടതില്ല, സിക്കത്ത് തന്നെയാണ്. അതുപോലെ അഴ്മഷ് എന്നവരെ കേട്ടിട്ടുണ്ട്. താബീങ്ങളിൽ നിന്ന് കുറേ ആളെ കേട്ട മഹാനാണ് ഉബൈദുല്ലാഹിബിൻ മൂസ എന്നവർ. ഇമാം ബുഖാരി, ഇമാം അഹ്മദ് അതുപോലെയുള്ള മഹാന്മാരായ പലരും അദ്ദേഹത്തെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇമാം മുസ്ലിം അതുപോലെ സുനനുൽ അർബഅന്റെ മറ്റ് ഇമാമിങ്ങളെല്ലാം ഉബൈദുല്ലാഹിബിന് മൂസ എന്നവരെ നേരിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തവരല്ല. അവരുടെയും ഉബൈദുല്ലാഹി എന്നവരുടെയും ഇടയിൽ മറ്റൊരാളുണ്ട്, നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക്. ഈ ഉബൈദുല്ല എന്നവർ ഖുർആന്റെ വിഷയത്തിൽ വകാന ആലിമൻ ബിൽ ഖുർആനി റഅസം ഫീഹി, ഖുർആനിൻ്റെ ഖുർആൻ കൊണ്ടുള്ള വലിയ ആലിമും അതിൻ്റെ റസുമായിരുന്നു, ഹെഡുമായിരുന്നു. അലക്സാണ്ട്രിയയിലാണ് അവർ വഫാത്തായി കിടക്കുന്നത്. ഹിജ്റ 213 അല്ലെങ്കിൽ 14 അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉബൈദുല്ല എന്നവർ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഉബൈദുല്ല എന്നുള്ളവർക്ക് ചെറിയ ഷിയായിസമുള്ളവരായിരുന്നു. എന്നാൽ ആ ഷിയായിസത്തിൻ്റെ ചുരുക്കം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും അഹ്ലു ബൈത്തിനെയും കൂടുതൽ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇൻകാന റഫുലുൻ ഹുബ്ബു ആലി മുഹമ്മദിൻ ഫൽയഅലമി സഖലാനി അന്നീ റാഫിളി എന്ന് പറഞ്ഞില്ലേ. എന്ന മാതിരി ഹുബ്ബു ആലി മുഹമ്മദിനെ കൂടുതലായി സ്നേഹിച്ചവരായതിൻ്റെ പേരിൽ പലപ്പോഴും ഷിയാക്കളുടെ കൂട്ടത്തിൽ അവരെ കാണലുമുണ്ട്. അതുകൊണ്ട് തന്നെ പലരും അദ്ദേഹത്തെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഹദീസിൻ്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ഇമാം ബുഖാരി അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി അവർ ആലു ബൈത്തിനെയും അലി നബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും സ്നേഹിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കി അവരുടെ വക്കൽ ഹദീസിൻ്റെ വിഷയത്തിൽ യാതൊരു കർത്തിക്കൂട്ടലും വരൂല എന്ന് മനസ്സിലാക്കി ഇതിനെ പേര് തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, വഖഅ ഫി സ്വഹീഹൈനി വഗൈരിഹിമാ മിൻ കുതുബി അഇമ്മത്തിൽ ഹദീസ്, ഹദീസിൻ്റെ മഹാന്മാരായ ഇമാമുകളുടെ കിതാബുകളാൽ ബുഖാരിയും മുസ്ലിമും അല്ലാത്തതിലും ബുഖാരി മുസ്ലിമിലും അടക്കം സംഭവിച്ചിട്ടുണ്ട്. അൽ ഇഹ്തിജാജു ബികസീരിൻ മിനൽ മുബ്തദിഅത്തി വഇദ്ദുആത്തി ഇലാ ബിദ്അത്തിഹിം, ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്നവരല്ലാത്ത മുബ്തദീങ്ങളിൽ നിന്ന് അധിക പേരെ തൊട്ടും ഹദീസ് റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. വലം തസലി സലഫു വൽ ഖലഫു അലാ ഖബൂലിർ റിവായത്തി മിൻഹും, സലഫും ഖലഫും അവരിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ മേലിൽ, ഹദീസ് സ്വീകരിക്കുന്നതിൻ്റെ മേലിൽ
തന്നെ ആയിട്ടുണ്ട്. സൽഫുകൾക്കും ഖൽഫുകളും അങ്ങനെ ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്നവരല്ലാത്ത മുബ്തദീങ്ങളിൽ നിന്ന് ധാരാളമായി ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് തള്ളലില്ല. ولم تزل السلف والخلف على قبول الرواية منهم والاستدلال بها والسماع منهم وإسماعهم من غير إنكار. ഒരാളുടെയും വക്കൽ നിന്നും നിഷേധിക്കൽ ഇൻകാർ കൂടാതെ അവർ മുബ്തദീങ്ങളായ ദുആത്തല്ലാത്ത ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്നവരോ അതിൻ്റെ പ്രചാരകരോ അല്ലാത്ത എന്തോ ചെറിയ വിശ്വാസമുണ്ടായതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവർ നിൽക്കുന്ന സാഹചര്യപ്രകാരം അവർക്ക് അന്നത്തെ ഏറ്റവും വലിയ വാശിയുള്ള അഹ്ലു സുന്നത്ത് ജമാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കൊണ്ട് അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ അത്ബാഇന്റെ സുന്നത്ത് കൊണ്ട് പിന്തുടരുന്നവർ ആ വിഷയത്തിൽ അവർക്ക് ഈ മറ്റുള്ളവരാണെന്ന് തോന്നുമ്പോൾ അവരെ കൂടെ കൂടിയുന്നവരുണ്ടാവാം. പക്ഷെ അവർ ക്ഷണിതാക്കളല്ല, അവർ വിദ്അത്ത് പ്രചാരകരല്ല. അങ്ങനെയുള്ള ആളുകളെ വക്കൽ നിന്ന് ഹദീസ് പിടിക്കലും സ്വീകരിക്കലും അവർക്ക് പറഞ്ഞു കൊടുക്കലും അവരിൽ നിന്ന് പറയലും അത് തെളിവിന് വേണ്ടി ഉദ്ധരിക്കലുമെല്ലാം പഴയ കാലത്തെ സലഫും ഖലഫും പിന്തുടർന്നു പോരുന്ന മാർഗമാണ്. അതിലേക്ക് ഇതുവരെ മിൻ ഗൈരി ഇൻകാർ, ഒരു ഇൻകാറും കൂടാതെ. പിന്നെ ഇത് തന്നെ മതി. ഷിയായിസത്തിൻ്റെ ചെറിയ ഒരു ശാഖയുള്ള ഉബൈദുല്ലാഹ് ഇബ്നു മൂസ എന്നവർ ഇമാം ബുഖാരി ഉസ്താദായി അംഗീകരിക്കുകയും അവരെ തൊട്ട് ഹദീസ് സ്വഹീഹിൽ തന്നെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ അതിൻ്റെ അപ്പുറം ഒന്നും പറയാനില്ല. അവരൊന്നും മുഖദ്ദിമയിൽ നാം സൂചിപ്പിച്ചിട്ടുണ്ട്, മിഷ്കാത്തിൻ്റെ മുഖദ്ദിമയിലുണ്ട്. മുബ്തദീങ്ങൾ അവർ ദുആത്തല്ലെങ്കിൽ അവർ ആ ബിദ്അത്ത് പറയുന്ന വിഷയത്തിൻ്റെ സാഹചര്യം കൊണ്ട് നോക്കിയിട്ട് അവരുടെ അടുത്താണോ സുന്നത്തിൻ്റെ ഇസ്ലാമിൻ്റെ കൂടുതൽ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന ഇസ്ലാം ഉണ്ടെങ്കിൽ അവിടെ ആ വിഷയത്തിൽ മാത്രം അവരോട് തുടർന്ന ആളുകൾ ഉണ്ടായേക്കാം. അവരെ തൊട്ടെല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് യാതൊരു വിരോധവുമില്ല. യഥാർത്ഥത്തിൽ അവരെപ്പറ്റി മറ്റുള്ളവർ ഷിയ എന്ന് മുദ്ര കുത്തിയാലും അല്ലെങ്കിൽ സുന്നിഷിയായി അന്നത്തെ കാലത്ത് ആ പ്രദേശത്തെ സുന്നീസമല്ലാത്ത മറ്റൊരു സുന്നീസം അവർ മറ്റൊരു നിലക്ക് അവർ ജീവിക്കുന്നതിൻ്റെ പേരിൽ അവർ മുബ്തദി എന്ന് ആരെങ്കിലും മുദ്ര കുത്തിയാൽ അത് കുത്തിക്കോട്ടെ, പ്രശ്നമില്ല. കാരണം അവരാണ് ആ വിഷയത്തിൽ യഥാർത്ഥ മുസ്ലിമീങ്ങളായിട്ടുണ്ടാവുക. പിന്നെ ഉബൈദുല്ലാഹ് ഇബ്നു മൂസ എന്ന ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഖാല അഖ്ബർനാ ഹൻളലത്ത് ഇബ്നു അബീ സുഫിയാൻ. ഹൻളലത്ത് ഇബ്നു അബീ സുഫിയാൻ എന്നവരാണ്. ഹൻളലത്ത് ഇബ്നു അബീ സുഫിയാൻ ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു സഫ്വാൻ ഇബ്നു ഉമയ്യത്ത് ഇബ്നു ഖലഫ് ഇബ്നു വഹബ് ഇബ്നു ഹുദാഫത്ത് ഇബ്നു ജുമഹി അൽ മക്കിയിൽ ഖുറശി അസിക്കത്തുൽ ഹുജ്ജ. അബൂ സുഫിയാൻ എന്നവരുടെ മകനാണത് ഹൻളല. അവർ മക്കിയാണ്, അവർ ഹുജ്ജത്താണ്. അത്താബിന് റബ്ബാഹ് റളിയല്ലാഹു അൻഹു തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ധാരാളം താബിങ്ങൾ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ തൊട്ട് തന്നെ ഇമാം സൗരിയും അങ്ഫനെ പോലെയുള്ള മഹാന്മാരായ ധാരാളം ആളുകൾ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹൻളലത്ത് എന്നവരെ തൊട്ട്. അവർ വഫാത്താകുന്നത് സനത്ത് 151 കൊല്ലത്തിലാണ്. ധാരാളം മഹാന്മാരായ ശിഷ്യന്മാരും അവർക്കുണ്ട്. ഇബ്നു മാജയിൽ മാത്രം അവിടെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇബ്നു മാജയിൽ കുറച്ച് ഹദീസ് തൊട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ ഹൻളലത്ത് എന്നവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അൻ ഇക്രിമത്ത് ബിൻ ഖാലിദിൻ, ഇക്രിമത്ത് ബിൻ ഖാലിദ് എന്നവരെ തൊട്ടാണ്. ഇക്രിമത്ത് ബിൻ ഖാലിദ് ബിൻ ആസി ബിൻ ഹിഷാം ബിൻ മുഗീറത്ത് ബിൻ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ മഖ്സൂം അൽ ഖുറശിയോ അൽ മഖ്സൂമിയോ അൽ മക്കിയോ അസിക്കത്തുൽ ജലീൽ. മക്കക്കാരനാണ്. അബൂജാഹിലിൻ്റെ സഹോദരനായ ആഷിബിന് ഇസാം ആഷിൻ്റെ മകൻ്റെ മകനാണ് ഇക്രിമ എന്ന് പറയുന്ന ഈ റാവി. താബിഇയാണ്. ഈ ആഷി എന്നവരെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ വെച്ച് കൊല ചെയ്തതാണ്. ആഷിനെ കൊന്നത് ബദർ യുദ്ധത്തിലാണ്. കാഫിരീങ്ങളുടെ കൂട്ടത്തിലായിരുന്നു, അബൂജാഹിലിൻ്റെ കൂട്ടത്തിലായിരുന്നു. അബൂജാഹിലിൻ്റെ സഹോദരനാണ് ആ ആഷിനെ കൊന്നത്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബദറിൽ വെച്ച് കാഫിറായി അദ്ദേഹത്തെ വധിക്കപ്പെട്ടു.
അത് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മാവനുമാണ്. അബൂജഹൽ അമ്മാവനായ മാതിരി അബൂജഹലിൻ്റെ സഹോദരനായ ആസിയും അമ്മാവനാണ്. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇക്രിമ എന്ന പേരിൽ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ 3 ആളുകളുണ്ട്. ഒന്ന് അബൂജഹലിൻ്റെ മകനായിരുന്ന മഹാനായ ഷഹീദായ ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു അൻഹു, ഒന്നത് തന്നെ. രണ്ടാമത്തെ ആമിർ ഇബ്നു ആമിറിനിൽ അബ്ദരി, ആമിറുൽ അബ്ദരി എന്നൊരു മകനായ ഒരു ഇക്രിമുണ്ട്. അതുപോലെ ഇബ്നു ഉബൈദിനിൽ ഖൗലാനി. ഇങ്ങനെ 3 ഇക്രിമകളാണ് സ്വഹാബത്തിൻ്റെ കൂട്ടത്തിലുള്ളത്. വലൈസ ഫി സ്വഹീഹൈനി മൻ ഇസ്മു ഇക്രിമ ഇല്ലാ ഹാദാ. ഇക്രിമ എന്ന പേരുള്ള ഒരാൾ ബുഖാരിയിലും മുസ്ലിമിലും നമ്മളിപ്പറഞ്ഞ ഇക്രിമ മാത്രമേ ഉള്ളൂ. ഇക്രിമത്ത് ബിൻ ഖാലിദ് ബിൻ ആസിബ് ബിൻ ഹിഷാം എന്ന് പറയുന്ന ആൾ മാത്രമേ ഉള്ളൂ. അതുപോലെ ഇക്രിമത്ത് ബിൻ അബ്ദുറഹ്മാൻ, ഇക്രിമ മൗല ഇബ്നു അബ്ബാസ്, പിന്നെ ഇബ്നു അബ്ബാസിൻ്റെ മൗല ഇക്രിമയുമുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിൻ്റെ മകനായ ഇക്രിമ. 3 ഇക്രിമകളാണ് ബുഖാരിയിലുള്ളത്. അതിനെയാണ് ഈ പറയുന്നത്. പിന്നെ വേറൊരു ഇക്രിമുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇക്രിമത്ത് ബിൻ ഖാലിദ് ബിനുൽ ആസി. ഇക്രിമത്ത് ബിൻ ഖാലിദ് ബിനുൽ ആസി എന്ന് പറയുന്ന ആളാണ് നമ്മൾ ഇവിടുത്തെ റാവിയായ ഇക്രിമ. ഇക്രിമത്ത് ബിൻ ഖാലിദ് ബിനുൽ ആസി. വേറൊരു ഇക്രിമുണ്ട്, ഇക്രിമത്ത് ബിൻ ഖാലിദ് ബിൻ സലമത്ത് ബിൻ ഹിഷാം എന്ന് പറയുന്ന. ഇക്രിമത്ത് ബിൻ ഖാലിദ് ബിൻ സലമത്ത് ബിൻ ഹിഷാം. അപ്പം ആസിൻ്റെ സഹോദരനാണ് സലമ. ആ സലമക്കൊരു മകനുണ്ട് ഖാലിദ്. ആസിക്ക് ഖാലിദുള്ള മാതിരി ആ ഖാലിദിനിക്കും ഒരു ഇക്രിമുണ്ട്. കാരണം ആ കുടുംബത്തിൽ, അബൂജഹലിൻ്റെ കുടുംബത്തിൽ ദീനിന് വേണ്ടി വളരെയധികം യുദ്ധം ചെയ്ത, വളരെയധികം ദീനിന് വേണ്ടി ഷഹീദായ, വളരെയധികം സേവനം ചെയ്ത ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വശം ചേർന്ന് അവരെ കൂടി ദീനിന് വേണ്ടി വളരെ അധികം പ്രയത്നിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഇക്രിമ, അബൂജഹലിൻ്റെ മകൻ. ആ ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബക്കാരാണ് ഇവരെല്ലാവരും. അബൂജഹലിൻ്റെ സഹോദരന്മാരാണ് സലമയും ആസിയും. അവർക്ക് 2 ആൾക്കും 2 ഖാലിദുകളുണ്ട്. ആ 2 ഖാലിദുകൾക്കും ഓരോരോ ഇക്രിമുണ്ട്. ഇക്രിമത്ത് ബിൻ ഖാലിദ് ബിനുൽ ആസി എന്നവരാണ് ബുഖാരിയിലുള്ളത്, മുസ്ലിമിലുള്ളത്. ഇക്രിമത്ത് ബിൻ ഖാലിദ് ബിൻ സലമ എന്ന് പറയുന്ന ആൾ ദഈഫാണ്. അവരെ തൊട്ട് ബുഖാരിയോ മറ്റുള്ളവരാരോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവർ ഇബ്നു ഉമറിൻ്റെ ശിഷ്യനുമല്ല. ഈ വിഷയം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എളാപ്പ മൂത്താപ്പ മക്കളിൽപ്പെട്ട ഒരേ 2 ഇക്രിമകൾ, ഒന്ന് ഇക്രിമത്ത് ബിൻ ഖാലിദ് ബിനുൽ ആസി, മറ്റേത് ഇക്രിമത്ത് ബിൻ സലമത്ത് ബിൻ ഹിഷാം. ഇക്രിമത്ത് ബിൻ ഖാലിദ് ബിൻ സലമത്ത് ബിൻ ഹിഷാം. ആ 2 ഖാലിദിൻ്റെ മക്കളിൽപ്പെട്ട ഇക്രിമത്ത് ബിൻ ഖാലിദ് ബിൻ ആസി മാത്രമേ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത, ഇമാം ബുഖാരി സമ്മതിച്ച റാവിയായിട്ടുള്ളൂ. മറ്റേ ആളും ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ തന്നെയാണെങ്കിലും ബുഖാരി ഇമാം അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ടില്ല. ബുഖാരി ഇമാമിൻ്റെ കാഴ്ചപ്പാടിൽ അവർ ദഈഫാണ്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, മഹാനായ ഇക്രിമത്ത് ബിൻ ഖാലിദ് എന്നവർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വളരെ മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഏകദേശം 20 വയസ്സാണുള്ളത്. ഹിജ്റയുടെ 10 വർഷം മുമ്പാണ് മഹാനവർകൾ ജനിക്കുന്നത്. നബി ഹിജ്റ പോകുമ്പം 10 വയസ്സാണുള്ളത്. നബി തങ്ങളുടെ അവരുടെ 20ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത്. അവർ മറവിട്ടെടുക്കുന്നത് മക്കയിൽ മസ്ജിദ് ആയിഷയുടെയും ബഹുമാനപ്പെട്ട മൈമൂന റളിയല്ലാഹു അൻഹ വഫാത്തായി കിടക്കുന്ന അവിടെ മക്ബറയുള്ള സറഫിൻ്റെയും ഇടയിൽ കുറച്ച് മെയിൻ റോട്ടിൽ നിന്ന് ഉള്ളോട്ട് ചാഞ്ഞിട്ട് പോയിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ അവിടെ കാണാം.
സിയാർത്ത് ചെയ്യപ്പെടുന്നുണ്ട്. ധാരാളം ആളുകൾ വന്ന് സിയാർത്ത് ചെയ്യുന്നവരാണ് അവർ. വഫാത്താകുന്നത് 86-ാമത്തെ വയസ്സിൽ, ഹിജ്റ 76 അല്ലെങ്കിൽ 74 അഭിപ്രായമുണ്ട്. അവർ വഫാത്തായപ്പോൾ അവിടെ പേരിൽ നിസ്കരിച്ചത് ഹജ്ജാജ് ഇബ്നു യൂസുഫാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് തന്ത്രപരമായിട്ട് അവരെ വധിച്ചതാണെന്ന് പറയപ്പെടുന്നുണ്ട്. മുമ്പ് അതിൻ്റെ ചെറിയൊരു സൂചന മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഹജ്ജാജിനെ പറ്റി പറഞ്ഞപ്പോൾ. ആ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന പേര് മുത്തബിഉസ്സുന്ന. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ മുത്തബിഉസ്സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ആള് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മാത്രമാണ്. അവർ ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഹദീസ് ധാരാളം റിപ്പോർട്ട് ചെയ്യുന്ന മഹാന്മാരുണ്ട്. ആ കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് 1-ാം സ്ഥാനത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, 2-ാം സ്ഥാനത്ത് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ചിലതിൽ അങ്ങനെ ആ ഹദീസുകൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യുന്ന മഹാന്മാരിൽപ്പെട്ടവരാണ് ഇവർ. അബ്ദുള്ളകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന, അബാദിലത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാന്മാരിൽപ്പെട്ട ഒരു മഹാനുമാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ. അൽ അബാദിലത്തുൽ ഖംസ എന്നും പറയും, അബാദിലത്തുൽ അർബഅ എന്നും പറയും. അബാദിലത്തുൽ അർബഅ എന്ന് പറയുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഇവർ 4 ആളുകളാണ്. 5 അബ്ദുള്ളകൾ എന്ന് പറയുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കയറി വരും. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോരോ ചലനങ്ങളും വീക്ഷിച്ച് അങ്ങനെ തന്നെ ജീവിതം പകർത്തുന്നവരാണ്. യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തിൽ കൂടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പോവുകയാണെങ്കിൽ അവിടെ ഇറങ്ങും. എവിടെയെങ്കിലും റസൂൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് നിസ്കരിക്കും. ഓരോരോ സ്ഥലത്തും ചില മഹാന്മാർ പറയുന്നുണ്ട്, മദീനയിൽ ചില വഴിയിൽ കൂടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസികമുണ്ടോ എന്ന് തോന്നും കേൾക്കുന്നവർക്ക്. എന്തുകൊണ്ടെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയ വഴിയിൽ കൂടെ പോകുമ്പോൾ നബി തങ്ങൾ കാല് വെച്ച് അതേ സ്ഥലത്ത് കാല് വെക്കാൻ വേണ്ടി ആ നബി തങ്ങളുടെ കാലടിക്കൊപ്പിച്ച് അങ്ങനെ കാല് വെച്ച് പോകുമ്പോൾ മഹാനവർകൾ കുറച്ചുകൂടി ഐറ്റും വെയിറ്റുമുള്ള വലിയ മനുഷ്യനായിരുന്നു. മുമ്പ് മരണപ്പെട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മയ്യത്തും കട്ടിൽ വലിപ്പം കുറഞ്ഞിട്ട് ആ മയ്യത്തും കട്ടിൽമേൽ വേറെ ഒരു മരക്കഷ്ണം ഏച്ചുകൂട്ടി അതിൽ വെച്ചാണ് മൂപ്പരെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയത്. അത്രയും വലിപ്പമുള്ള ഹൈറ്റും വെയിറ്റുള്ള മഹാനാണ്. തടിയുമുണ്ട് ഹൈറ്റുമുണ്ട്. ഇത്രയും വലിയ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ഹൈറ്റാണല്ലോ. അങ്ങനെയുള്ള നബി തങ്ങളുടെ കാല് വെച്ചോർത്തിക്കിற കാല് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണുമ്പം ആളുകൾക്ക് തോന്നിപ്പോകും ഇദ്ദേഹത്തിന് എന്തെങ്കിലും മാനസികമുണ്ടോ. അത്രത്തോളം നബി തങ്ങളെ സുന്നത്തിനെ പിൻപറ്റുന്ന മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന്റെ എതിരായിട്ട് ആര് പറഞ്ഞാലും അവരുമായി പിന്നീട് ഒരു ബന്ധം പുലർത്തലില്ല. ഹദീസുകൾ വരാൻ പോകുന്ന സ്വന്തം മകനുമായി ഉണ്ടായ പ്രശ്നങ്ങൾ തന്നെ വരാൻ പോകുന്നുണ്ട്. നബി തങ്ങൾ ഇന്നത് പറഞ്ഞു എന്ന് ചോദ്യം ചെയ്ത എന്നോട് എനിക്കൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു ഒഴിവായിട്ടുണ്ട്. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് നമ്മുടെ സ്വഹാബി. അവർക്ക് ചരിത്രം പറഞ്ഞു തീർക്കണമെങ്കിൽ 10-20 മണിക്കൂർ കൊണ്ട് തീർക്കാൻ കഴിയൂല. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്തി വൽ ഹജ്ജി വ സൗമി റമളാൻ.